ക്രേസി ഹാക്സിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചേന കൊണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു മസാല ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം ചേനയാണ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് ഒരല്പം മാത്രം ഉപ്പ് കൂടിപ്പോകാൻ പാടില്ല, നമുക്ക് ഇനിയും ഇട്ട് കൊടുക്കേണ്ടതാണ്. കൂട്ടത്തിൽ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നേരം നമുക്ക് ഇത് നീക്കി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, 5 മിനിറ്റോ 10 മിനിറ്റോ നമുക്കിത് നീക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ഇത് ഇവിടെ ഇരിക്കട്ടെ. നമുക്കിത് ഇനി ഫ്രൈ ചെയ്ത് എടുക്കാനുള്ള പാൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി വയ്ക്കാം. അപ്പോൾ പാൻ ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം, ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ പാൻ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒരല്പം കൂടുതലായിട്ട് ഒഴിച്ചു കൊടുക്കണം, കാരണം നമുക്ക് ആ ചേന ഇതിനകത്തേക്ക് ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചേന ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു കയ്യിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം, അതല്ലെങ്കിൽ ആ വെളിച്ചെണ്ണ നമ്മുടെ കയ്യിലേക്ക് തെറിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് മൂടി വെച്ചതിന് ശേഷം നന്നായിട്ടിത് ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതൊന്ന് തിരിച്ചിട്ടും മറിച്ചിട്ടും കൊടുക്കണം, അതല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം അങ്ങോട്ട് പെട്ടെന്ന് കളർ മാറിപ്പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇടാനായിട്ട് പ്രത്യേകം ഓർക്കുക. ഇതേപോലെ ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. വീണ്ടും നമുക്ക് മൂടി വെച്ചിട്ട് ഇടയ്ക്ക് 1-2 പ്രാവശ്യം ഇതേപോലെ ഒന്ന് ഇളക്കി തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോഴേക്കും നമ്മളുടെ ഈ ചേന നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ടാവും. നല്ലൊരു ഗോൾഡൻ കളറ് ആവുന്നത് വരെ നമുക്കതിലെ വെള്ളമൊക്കെ വറ്റിച്ച് എടുക്കണം. അങ്ങോട്ട് അധികം കറുത്തു പോകാൻ പാടില്ല. ഇതാണ് അതിൻ്റെ കറക്റ്റ് പാകം. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല കറക്റ്റ് പാകത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ, അതല്ലെങ്കിൽ ആ ചേനയുടെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവില്ല. ഇനി നമുക്ക് ഈ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് അധികം വെളിച്ചെണ്ണ ഇല്ല, ഇത് നമുക്ക് കറക്റ്റ് പാകമാണ്. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 3-4 വെളുത്തുള്ളി ചതച്ചത്, അതിനുശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 10-15 ചെറിയ ഉള്ളി ചതച്ചെടുത്തതാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു സവാള ആയാലും മതി, പിന്നെ 2 പച്ചമുളക്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ പച്ചമുളകും നമ്മൾ ആദ്യം മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഇനിയും നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അളവ് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പ് ചേർത്ത് വഴറ്റിയാൽ പെട്ടെന്ന് അങ്ങോട്ട് വഴന്ന് കിട്ടും. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി. അപ്പോൾ മല്ലിപ്പൊടി അതിൻ്റെ അളവൊന്നും കൂടിപ്പോകാൻ പാടില്ല, ഈ ഒരു അളവിൽ മാത്രം ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി. അപ്പോൾ മുളക് പൊടി ഇപ്പോൾ നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമുക്ക് എരിവ് ചേർത്ത് കൊടുക്കാൻ. ഈ ഒരു അളവിൽ നമ്മൾ ചെയ്താൽ അത്യാവശ്യം എരിവ് നമുക്ക് കിട്ടും. അപ്പോൾ അധികം എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കരുത്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 തക്കാളി, നന്നായിട്ട് പഴുത്ത തക്കാളിയാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതെല്ലാവരും കൂടി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ആ തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വരുന്നത് വരെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ആ തക്കാളി നന്നായിട്ട് വെന്ത് ഉടച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ആയിട്ടില്ല, ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം.
ഇപ്പോൾ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഈ 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷമാണ് നമ്മൾക്ക് ഈ ഒരു രീതിയിൽ തക്കാളി നന്നായിട്ട് വെന്ത് ഉടച്ച് എടുക്കാൻ പറ്റിയത്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ടാവും ഇത് എത്രത്തോളം ഒരു ടേസ്റ്റ് ഇപ്പോൾ ഈ ഒരു ഗ്രേവിക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ആ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഒരല്പം കുറവാണ്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കറിവേപ്പില. അത് ഒരല്പം ഒന്ന് തിരുമ്മി കൂട്ടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണ് മസാലപ്പൊടി. അതൊരു 1/4 ടീസ്പൂൺ അളവിലാണ് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. മസാലയുടെ അളവ് ഒരിക്കലും കൂടി പോകാൻ പാടില്ല. അപ്പോൾ പെരുംജീരകം, കറുവപ്പട്ട, കരയാമ്പൂ ഇതൊക്കെ കൂടി ചേർത്ത് പൊടിച്ച പൊടിയാണ് നമ്മൾ ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന ചേന ഇതിലേക്കും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ചേനയിൽ ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ മസാലയൊക്കെ ആ ചേനയിൽ നന്നായിട്ട് പിടിച്ചെന്ന് ഉറപ്പ് വന്നതിന് ശേഷം വേണം നമുക്കിതൊരു 2-3 മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് ആ മസാലയൊക്കെ ആ ചേനയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓണാക്കുക. എന്നാലും മാത്രമേ ആ ചേനക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഇതിനകത്ത് പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിം, അതിൽ കൂടാൻ പാടില്ല. എന്നാലും മാത്രമേ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഈ ചേന മസാല നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 2-3 മിനിറ്റ് നമുക്കിത് മൂടി വെച്ചിട്ട് നമുക്ക് ആ മസാലയൊക്കെ ഇതിനകത്ത് പിടിക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ആ മെഴുക്കൊക്കെ തെളിഞ്ഞ് വന്നേക്കണുണ്ട്. ഇത് കണ്ടാൽ തന്നെ ആർക്കാണ് വിശക്കാത്തത്? അപ്പോൾ നമ്മളുടെ ചേന മസാല അങ്ങനെ നമുക്ക് പെർഫെക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് പെർഫെക്റ്റ് ആവണമെങ്കിൽ നമ്മൾ 1-2 കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരല്പം സമയം എടുത്ത് വേണം നമ്മളിത് മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന എരിവ് അതും നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിനകത്ത് 2 പച്ചമുളകാണ് ചേർത്തത്. അപ്പോൾ എരിവ് അധികം വേണ്ടാന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് ചേർത്താലും മതി. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് ചേന മസാല തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം കറിവേപ്പില. അതും കൂടി അങ്ങോട്ട് തിരുമ്മി കൂട്ടി ഇതിനകത്തേക്ക് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ചേന മസാല ഇവിടെ റെഡിയായി കഴിഞ്ഞ് കറക്റ്റ് ഉപ്പും ആ നേരിയ ഒരു പുളിയും ആ മസാലയും വേപ്പിലയും എല്ലാം കൂടി നല്ല അടിപ്പൻ ചേന മസാല അങ്ങനെ ഇവിടെ റെഡിയായി കഴിഞ്ഞ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ടാറ്റാ.